ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ അല്പസമയം മുമ്പും ഡോക്ടർ ശേഖർ ലൂക്കോസ് ഇവിടെ അവിടെ എസ് കെ സതീഷ് പറഞ്ഞു നമ്മളെല്ലാവരും ഇറങ്ങുമല്ലേ എന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. എല്ലാവരും ഇറങ്ങി. പക്ഷെ അന്നും മുന്നറിയിപ്പ് പാളി. ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് ഇപ്പോഴും പറയുകയാണ് അത് കേന്ദ്രം തരുന്നതാണ്, നമ്മൾ തരുന്ന അലർട്ടുകൾ ഒളിപ്പിച്ചു വെക്കുന്നില്ല. അതും ശരിയാണ്. പക്ഷേ ഓക്കിക്ക് പാളി, ആ പ്രളയത്തിന് പാളി. അവിടെ മുണ്ടക്കയിൽ ചൂരൽമല, ഇപ്പോൾ ആറന്മുള എൻ്റെ വീടിൻ്റെ അടുത്ത പ്രദേശമാണ്. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പോയ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഒറ്റക്കടയിൽ നിന്ന് മാത്രം 16 ലോഡ് തുണി ഓണവിൽപ്പന കൊണ്ടുവന്നതാണ്, മൊത്തം വാരി പുറത്തിടേണ്ടി വന്നു എന്നാണ്. രാത്രി ഉറങ്ങുമ്പോൾ കിടക്കുന്ന കട്ടിലിന് താഴെ വെള്ളം ദേഹത്തൊടുമ്പോഴാണ് വീട്ടിൽ വെള്ളം കയറിയത് അവരറിയുന്നത്. 2018 അവിടെ അതേ സ്ഥലത്ത് സമാന അനുഭവം 8 വർഷങ്ങൾക്ക് ശേഷം അതേ മട്ടിൽ ആവർത്തിക്കുന്നെങ്കിൽ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് നമ്മളൊരു തോറ്റ ജനതയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ അലർട്ട് എന്ന് പറയുന്നത് ജില്ലാ തലത്തിലാണ് അലർട്ട് കൊടുക്കുന്നത്. അപ്പോൾ വയനാട് ജില്ല, ഉദാഹരണം പറയാം, വയനാട് ജില്ലയിൽ അലർട്ട് കൊടുത്താൽ അവിടുത്തെ 10 ലക്ഷം ആളുകൾ മാറി താമസിക്കണോ? അത് പ്രായോഗികമല്ല. അപ്പോൾ അലർട്ടിൻ്റെ സിസ്റ്റത്തിൽ അലർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചുള്ള മറ്റ് സംവിധാനങ്ങൾ എന്തു ചെയ്യണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ താഴേക്കുള്ള സംവിധാനങ്ങളും അതുപോലെ താഴോട്ടുള്ള പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുമൊക്കെ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ, ഉദാഹരണം ഞാൻ പറയാം, ഇപ്പോൾ പത്തനംതിട്ടയിൽ റാന്നിയിലും ആറന്മുളയിലുമല്ലേ ഈ പ്രശ്നമുണ്ടായുള്ളൂ. ജില്ല മുഴുക്ക റെഡ് അലർട്ടാണല്ലോ, ജില്ല മുഴുവൻ ഈ പ്രശ്നം ഉണ്ടായില്ലല്ലോ. അപ്പോൾ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ട് പോലുള്ള സംവിധാനങ്ങൾ ഒരു ഇൻഡിക്കേഷൻ മാത്രമാണെന്ന് നമ്മൾ അറിയണം. അത് ഓറഞ്ച് അലർട്ട് ആകുമ്പോൾ തന്നെ ബി പ്രിപ്പയർഡ് എന്നാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തയ്യാറെടുത്തോളൂ എന്നാണ്. റെഡ് അലർട്ട് ആകുമ്പോൾ ഇഷ്യൂ വന്നു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റെഡ് അലർട്ട് വന്നതിന് ശേഷം രക്ഷപ്പെടാൻ നിൽക്കേണ്ട, ഓറഞ്ച് അലർട്ട് വരുമ്പോഴേ രക്ഷപ്പെടലിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോൾ ഇതിനെ താഴെ തലങ്ങളിൽ ആരാണ് കോർഡിനേറ്റ് ചെയ്യുക, ആരാണിത് പറഞ്ഞു കൊടുക്കുക? SMS അയക്കുമെന്നും അല്ലെങ്കിൽ മൊബൈലിൽ വരുമെന്ന് പറയുന്നിടത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഈ ഗവൺമെൻറ് മാത്രമല്ല, നമ്മളൊരു സിസ്റ്റത്തിനെയാണ് ഞാൻ പറയുന്നത്, അല്ല ഈ ഗവൺമെൻറ്റോ കഴിഞ്ഞ ഗവൺമെൻറ് അങ്ങനെയല്ല. മൊബൈൽ ഇപ്പോൾ ഉരുൾപൊട്ടൽ നടക്കുന്നതിന് മുമ്പ്, പ്രളയമുണ്ടാകുന്നതിന് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ചിലപ്പോൾ കറണ്ട് പോകും. ചിലപ്പോൾ മൊബൈൽ തലേ ദിവസം അവർ ഒന്ന് സ്വിച്ച് ഓഫ് അറിയാതെ എന്നും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ അന്നും ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. ചിലപ്പോൾ ചാർജ് കാണത്തില്ല, എപ്പോഴും ഇതിൻ്റെ മെസ്സേജ് എടുത്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ അലർട്ട് സിസ്റ്റമൊക്കെ ഇപ്പോൾ രാത്രി 2 മണിക്ക് ഡാം തുറക്കുന്നു, അല്ലെങ്കിൽ 4 മണിക്ക് ഡാം തുറക്കുന്നു, വെളുപ്പാങ്കാലം 4 മണിക്ക് ഈരാറ്റുപേട്ടയിൽ മഴ ബഹളമുണ്ടാക്കുന്നു. എങ്ങനെയാണ് ജനങ്ങളിത് അറിയുക എന്നതിൻ്റെ പുതിയ രീതിശാസ്ത്രങ്ങൾ വികസിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. എങ്ങനെയാണ് നമുക്കൊരു റെഡ് അലർട്ടോ, റെഡിലേക്ക് റെഡ് അലർട്ട് അല്ല നമുക്ക് വേണ്ടത്, റെഡിനെ വിടണം എന്നാണ് ഞാൻ പറയുന്നത്. ഓറഞ്ച് അലർട്ട് കിട്ടിക്കഴിഞ്ഞാൽ 1-2 ദിവസം ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ മഴയെങ്കിൽ അതിൻ്റെ അർത്ഥം മഴ വീണ്ടും വന്നാൽ കുഴയാൻ ജില്ല സജ്ജമാവുകയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ദുർബലമായ പ്രദേശമെന്ന് കണ്ടെത്തി ആ ദുർബലമായ പ്രദേശങ്ങളിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിൽ നമ്മുടെ സിസ്റ്റത്തിന് ഇപ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.